ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കുമായിരുന്നു. പുറത്ത് ഭയങ്കര വെയിലുണ്ടല്ലേ. ഈ വെയിലെല്ലാം കൊണ്ട് നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയും, എനിക്ക് പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ ആണെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇലക്ട്രിസിറ്റി ഇല്ലാതാവുക എന്നുള്ളത് അല്ലേ. മിക്കവാറും പവർ കട്ടൊക്കെ എപ്പോഴും തന്നെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു ആവശ്യമാണ് നമ്മുടെ മൊബൈൽ ഫോൺസിൻ്റെ ചാർജർ എപ്പോഴും, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് എപ്പോഴും ചാർജ് ചെയ്ത് വെക്കുക. നമ്മുടെ പവർ ബാങ്കിലും ചാർജ് അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പവർ കട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൊബൈൽ ഫോൺസ് എങ്ങനെ ചാർജ് ചെയ്യും, അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, സോളാർ പാനൽ ചാർജർ. ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പറയാം. അതിന് പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞങ്ങളിത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഔട്ട്ഡോറിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഒരുപാട് ട്രിപ്പും ട്രാവലൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ നമുക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് മൊബൈൽ ഫോൺസിൻ്റെ ചാർജ് ഡൗൺ ആണെന്നുള്ളത്. അപ്പോൾ നമുക്കതുകൊണ്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഒരുപാട് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്, അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഇനി ഇതെങ്ങനെയാണ് വർക്ക് ഞാൻ കാണിച്ചു തരാം. സോളാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൺലൈറ്റിൻ്റെ ആവശ്യം മാത്രമേ ഇതിനകത്തുള്ളൂ. സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഇത് വെക്കുക. എന്നിട്ട് നമ്മളിത് ഇപ്പോൾ വീടിൻ്റെ അകത്തൊക്കെയാണ്, ഇൻഡോർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും സൺലൈറ്റ് വരുന്ന അല്ലെങ്കിൽ ലൈറ്റ് വരുന്ന ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ ജസ്റ്റ് വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതാ ഇങ്ങനെ ഒരു റെഡ് കളർ കാണാം. ഇത് വരുന്നുണ്ടെങ്കിൽ ഇതിന് ഓൾറെഡി കപ്പാസിറ്റി ഉണ്ട് ചാർജ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ USB കേബിൾ കണക്ട് ചെയ്യാം. ജസ്റ്റ് ഫോൺ ചാർജ് ചെയ്യാം. USB കേബിൾ കണക്ട് ചെയ്യുന്ന എന്ത് ഡിവൈസ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് പാക്കിൽ ജസ്റ്റ് ഇതിങ്ങനെ ഹാങ് ചെയ്യാം. ഇതിങ്ങനെ ഈ ഹുക്ക് വെച്ചിട്ട് ഹാങ് ചെയ്തിട്ട് നമുക്ക് ട്രാവലും ചെയ്യാം. അങ്ങനെ USB കേബിൾ കണക്ട് ചെയ്യുന്ന ഏതൊരു ഡിവൈസും നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഐപാഡും കൂടി നോക്കാം കേട്ടോ. ഇതിനകത്തും കറക്റ്റായിട്ട് ചാർജ് ആവുന്നുണ്ട്. നമ്മുടെ ഈ റൂം ഫുള്ള് നമുക്ക് സൺലൈറ്റിൻ്റെ ഒരു ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റിൽ റെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ഒരു ലൈറ്റ് നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും കിട്ടിയാൽ മതി, നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ഉള്ള അടിപൊളി ഐറ്റായിട്ട് ഞാൻ വരാം. അപ്പോൾ ബൈ ബൈ.